ഇന്നൊരു പാളയം തോടൻ്റെ വാഴക്കൂമ്പ് തോരൻ വെച്ചാലോ? അതിനായി ആദ്യം ഒരു വാഴക്കൂമ്പെടുത്ത് അതിൻ്റെ പോള കളയണം. അതിൻ്റെ പോളകൾക്കുള്ളിലെ പൂവുകൾ എടുത്തു മാറ്റി വയ്ക്കണം കേട്ടോ. അതും ഇതിൻ്റെ കൂടെ ഇടാം. ഇതിൻ്റെ പൂവിനുള്ളിലെ ചെറിയ കനമുള്ള ഒരു തണ്ട് പോലെയുണ്ട്. അതിനെ സ്റ്റിഗ്മ എന്ന് പറയും. അത് വേകാൻ പ്രയാസമായതിനാൽ അതെടുത്തു മാറ്റണം. എന്നിട്ട് ഇതെല്ലാം അരിഞ്ഞു വയ്ക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പുനീരൊഴിച്ച് 5 മിനിറ്റ് അടച്ചു വയ്ക്കുക. ഈ സമയം നമുക്ക് തേങ്ങ, മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകം, കറിവേപ്പില, വെളുത്തുള്ളി, കാന്താരി എല്ലാം കൂടെ ചേർത്ത് ചതച്ചെടുക്കാം. ഇനി വാഴക്കൂമ്പ് നന്നായി പിഴിഞ്ഞെടുക്കാം. ചീനച്ചട്ടി ചൂടാകുമ്പോൾ എണ്ണയൊഴിച്ച് ഒരു വറ്റൽ മുളകും കടുകും ചേർത്ത് പൊട്ടിക്കുക. അതിലേക്ക് ചതച്ചു വെച്ച അരപ്പ് ഇട്ട് പച്ചമണം മാറുന്നത് വരെ വഴറ്റുക. അതിലേക്ക് പിഴിഞ്ഞു വെച്ച വാഴക്കൂമ്പ് ചേർത്ത് നന്നായി യോജിപ്പിക്കുക. പിന്നെ കുറച്ച് വെള്ളവും ചേർത്ത് ഇളക്കി അടച്ചു വയ്ക്കുക. ആവി വന്നതിന് ശേഷം ഒന്നിളക്കി അടയ്ക്കുക. ഉപ്പ് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. മൂന്ന് 4 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഒന്നുകൂടി ഇളക്കി അടയ്ക്കുക. പാകമായതിനു ശേഷം തോരൻ നിരത്തിയിടുക. വാഴക്കൂമ്പ് തോരൻ റെഡി.